യഥാർത്ഥത്തിൽ സ്വന്തം തന്തൻ്റെയും തള്ളൻ്റെയും ബീജസ്രവങ്ങളായിരുന്നു. ആ ബീജസ്രവങ്ങളെ ഇവർ കട്ട് ചെയ്ത് മുറിച്ച് പീസാക്കി പാക്ക് ചെയ്ത് ഇതുപോലെ ബോഡിയിലുള്ള പല ഈ പുരുഷന്മാരെല്ലാവരും ഈ സ്ത്രീകളുടെ ഏതെങ്കിലും അവയവോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് കാണുമ്പോഴത്തേനും കണ്ണ് മഞ്ഞ് തുള്ളിച്ചാടി ഊഞ്ഞാലടി കളിക്കുന്ന ഒരു തരത്തിൽപ്പെട്ട പാവാട പൊട്ടച്ചികളല്ലടോ. മനസ്സോടെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തിയില്ലാതെ അസംതൃപ്തിയോടെ ആർക്കൊക്കെ വഴങ്ങി കൊടുക്കേണ്ടി വന്ന ആ ഒരു വേശികളുടെയൊക്കെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ലോക സമൂഹത്തിൽ വേശികളിപ്പോൾ 2 തരമാണ്. അതിൽ ഈ യഥാർത്ഥ വേശികൾ എന്ന് പറയുന്ന ടീംസ് ഒരു വംശനാശ ഭീഷണിയിലാണ്. അവരിപ്പം ഈ പറയുന്ന പോലെ ആർഭാടമായിട്ടുള്ളൊരു രീതിയിലില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമാണ് ഇങ്ങനെ എന്നുള്ള രീതിയിലൊന്നുമല്ല. ഈ പുരുഷവേശികളും ഉണ്ട്. അപ്പം ഞാൻ സ്ത്രീകളെ അധിക രീതിയിൽ അപമാനിക്കുകയാണ്, ഇത് സ്ത്രീത്വത്തിന് ഞാൻ എതിര് പറയാമെന്നുള്ളത് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊന്നുമല്ല. ഇതൊരു നിരൂപണമാണ്. അതായത് ഈ വെട്ടികളും വേശികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വേശികൾ ആർക്കു വേണ്ടി ജീവിച്ചിരുന്നു, വെട്ടികൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ചെറിയൊരു നിരൂപണം. ആദ്യം തന്നെ വെട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വെട്ടികൾ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കോ വേണ്ടിയാണോ അതിൽ അവർക്ക് വേണ്ടിയാണോ ജീവിക്കണമെന്ന് അറിയില്ല. വെട്ടികൾ ഏതൊക്കെ രീതിയിലാണ് അവരവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യകതകൾ എന്തായിരിക്കും എന്നുള്ളതൊക്കെ എന്നുള്ളത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെട്ടികൾ ഇപ്പം ഈ ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, അതല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിയണൽ മെസ്സി, ഈ സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, ഇങ്ങനെയുള്ള ഈ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ വെട്ടികൾ ഇതുപോലെ തന്നെ വന്നെങ്ങാണ്ട് വീഡിയോ ക്യാം കോൾ സർവീസ്, അതല്ലെങ്കിൽ വീഡിയോ കോൾ സർവീസ്, അല്ലെങ്കിൽ നോർമൽ സർവീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. അതവരുടെ എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ആ രീതിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവർ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? അവിടെയാണ് ഈ വെടികളും വേശികളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. വെട്ടികൾ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഭാട ജീവിതത്തിനും, അതല്ലെങ്കിൽ ഈ രീതി പറഞ്ഞ പോലെ തന്നെ ആർഭാടത്തിലും അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ജീവിതങ്ങളുണ്ടെങ്കിൽ ഒരു തരത്തിൽ അഴിഞ്ഞാടുക, കൂത്താടുക, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ്, ഈ മൊത്തത്തിൽ ആർഭാടം അത്ര പറഞ്ഞാൽ മതി. അപ്പം ഈ ആ ഒരു രീതിയിലുള്ള ഒരു ജീവിതം ജീവിക്കുന്ന, അതല്ലെങ്കിൽ ഈ ഏതെങ്കിലും കുടുംബം നോക്കാൻ വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ ഈ പട്ടിണി കൊണ്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യം മൂലം ഒന്നുമല്ല ഇതവർ ചെയ്തു കൂട്ടുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തരത്തിൽപ്പെട്ട കുത്തിക്കയപ്പ്. ഇങ്ങനെ ചെയ്യുന്ന ഈ വെട്ടികൾ ഇതിപ്പം ഞാൻ അവരെ കൂടുതലായിട്ട് മോശമായിട്ട് ചിത്രീകരിച്ച് പറയണം. ഞാൻ അതിനൊന്നും അർഹതൊന്നുമില്ല. ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇപ്പം നോർമലി എല്ലാവരും ഹലോ ഹായ് കൂയ് സുഖമാണോ, ചായ കുടിച്ചോ, ചോറുന്നോ, ജാടാണ് മോളൂസേ എന്നൊക്കെ ചോദിച്ചും കണ്ട് ഓരോരുത്തർക്ക് മെസ്സേജ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഗേളിന് ഇപ്പം മെസ്സേജ് ചെയ്താൽ നോർമലി അവർ തിരിച്ച് കിട്ടുന്ന മറുപടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ക്യാം കോൾ സർവീസ്, വീഡിയോ കോൾ സർവീസ് എന്നൊക്കെ പറഞ്ഞാണ്ട് അതിന് ഇത്ര പൈസ, ഇത്ര നേരം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇത്ര തരം താന്നൊരു ഏർപ്പാട്. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അതൊരു തരം താന്ന ഏർപ്പാടാണ്. എല്ലാവർക്കും അതങ്ങനെ തോന്നണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്തിനോ വേണ്ടി ഈ പൈസക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു തരത്തിൽപ്പെട്ട കുറച്ച് മനുഷ്യന്മാർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേശികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വേശികൾ എന്ന് പറയുന്ന ഒരു ആളുകൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണ്. അവർ വേണ്ടത്ര ഇതിലില്ല ഇപ്പം. അതായത് ഇപ്പം പണ്ടത്തെ കാലത്ത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഏതെങ്കിലും ഒരാൾ വിശ്വസിച്ച് ഇറങ്ങി, ഈ കാലത്തൊന്നുമല്ല, ഒരു 5 പതിറ്റാണ്ട് 6 പതിറ്റാണ്ടൊക്കെ മുമ്പുള്ള കാലങ്ങളിൽ നോക്കിയാൽ ഈ പറയുന്ന പോലുള്ള വേശികളെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയണേൽ ഈ ചാർലി സിനിമയിൽ കൽപ്പന ചേച്ചീൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് എല്ലാവരുടെ മനസ്സിലേക്കും അത്രത്തോളം ആഴ്ന്നിറങ്ങിപ്പോയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. അപ്പം അതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള വേശികൾ. അതായത് കുടുംബത്തിന് വേണ്ടിയിട്ടോ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടോ, അതല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ കായ്പോണതോ, അത് പിന്നീട് തൊഴിലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണതോ എന്നുള്ളതൊക്കെ കൊണ്ടാണ്. പ്രത്യേകിച്ചിട്ടും ഒരു സ്ത്രീൻ്റെ നേതൃത്വത്തിലേക്ക് ഒരു കുടുംബത്തിൻ്റെ മൊത്തം പ്രാരാബ്ദവും കടമകളും വന്നുകൊണ്ട് നിൽക്കുമ്പം അവരുടെ മുമ്പിൽ വേറൊരു വഴികളും അക്കാലത്ത് അത്ര
മികച്ച രീതിയിൽ ഉണ്ടാവില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ പല സിനിമയിലും കണ്ട പോലെ തന്നെ, കുറേ പുസ്തകത്തിൽ വായിച്ച പോലെ തന്നെ, നമ്മൾ കേട്ടറിഞ്ഞ പോലെയൊക്കെ തന്നെ ഉള്ളതായിരുന്നു സ്ത്രീകളുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് അത്രത്തോളം ഒരു മികച്ച ജീവിത ശൈലിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോബ് തിരഞ്ഞെടുക്കാനോ ഇഷ്ടപ്പെട്ട ജോബിനൊന്നും പോകാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു ജോലി ചെയ്ത് ജീവിച്ചു പോകാനോ പറ്റാത്തൊരു രീതിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സോടെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തിയില്ലാതെ അസംതൃപ്തിയോടെ ആർക്കൊക്കെ വഴങ്ങി കൊടുക്കേണ്ടി വന്ന ആ ഒരു വേശികളുടെയൊക്കെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ അവരെ കുറിച്ച് ഓർക്കുമ്പം ഒരു അഭിമാനം തോന്നേണ്ട, ഒരു അന്തസ്സ് ഉണ്ടാവേണ്ടതാണ്. കാരണം ആ ഒരു കാലത്ത് ഈ ഒരു കാര്യം ചെയ്ത് അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെയും എന്താ പറയുക, ഒരു കാലത്ത് സ്ത്രീകളെ ചൂഷണം ചെയ്തതും ആ സ്ത്രീകൾക്ക് സമത്വമില്ലായ്മ നമുക്ക് ആ ഒരു കാര്യം തുറന്നു കാട്ടുന്നൊരു കാലഘട്ടമാണ് അത്. ഇനി നേരെ തിരിച്ച് ഈ വെട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, വെട്ടികൾ ഈ പറഞ്ഞ പോലെ ഈ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലും പ്രാരാബ്ദം കൊണ്ടോ ഒന്നുമല്ല, ആവശ്യ നിർവഹണത്തിനും വേണ്ടിയിട്ടും അതൊക്കെ തന്നെയാണ് ഒരു ജോബിനെ കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് പഴയ വേശികളായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പോലും പറ്റൂല. ഇപ്പോഴത്തെ നടക്കുന്ന വെട്ടികളുടെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കുത്തിക്കഴപ്പ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ, അതായത് ഇവരൊക്കെ പണ്ട്, ഇപ്പം ഞാനായാലും സമൂഹത്തിൽ ഏത് മനുഷ്യനായാലും ജീവനാണെന്നുണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിൽ സ്വന്തം തന്തൻ്റെയും തള്ളൻ്റെയും ബീജസ്രവങ്ങളായിരുന്നു. ആ ബീജസ്രവങ്ങളെ ഇവർ കട്ട് ചെയ്ത് മുറിച്ച് പീസാക്കി പാക്ക് ചെയ്ത് ഇതുപോലെ ബോഡിയിലുള്ള പല പാഡ്സും ഷോ ചെയ്തും കണ്ട് ഇത്തരത്തിൽ ഈ തന്തൻ്റെയും തള്ളൻ്റെയും ബീജം വിറ്റ് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് എന്ത് പറയാനാണ്? ഇത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രാരാബ്ദമോ കഷ്ടപ്പാടോ ദരിദ്രമോ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിനെ കൊണ്ടല്ല ഇത് ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ തന്നെയാണ് കാര്യം. ആർഭാടം, അതല്ലെങ്കിൽ പൈസൻ്റെ അടുത്ത് മാത്രമുള്ള അഭിനിവേശം, അതൊക്കെ തന്നെയാണ് കാണുന്നത്. തരം താഴ്ന്ന സമൂഹം, അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പല പല വ്യവസ്ഥകളും മാറി മറിയാം. ഇപ്പോഴും ഇങ്ങനെയുള്ള സ്ത്രീകൾ കുറേ ഉണ്ടാവട്ടെ, ഈ ഒരു പല പ്രശ്നങ്ങൾ കൊണ്ടും ഈ പൈസൻ്റെ ബുദ്ധിമുട്ടിനെ കൊണ്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും, ഇല്ല എന്നൊന്നല്ല. പക്ഷെ പൊതുവെ കണ്ടുവരുന്നത് പോക്കറ്റ് മണി എന്നുള്ള ലെവലിലാണ്. അതായത് ഈ പല പാഡ്സും, അതായത് ആ ഇരുതൊളകളും പിന്നെ ഈ എന്താ പറയുക പല പല പാഡ്സും ഷോ ചെയ്ത് കണ്ടൊക്കെ ജീവിക്കാനെങ്ങാട്ടും നല്ലത് ഛർദ്ദിച്ചിട്ട് അതല്ലെങ്കിൽ കാഷ്ടിച്ചിട്ടു അതൊക്കെ വരുത്തുന്നതായിരിക്കും നന്നാവുക. അങ്ങനെ ജീവിക്കുന്നതായിരിക്കും നന്നാവുക. പണ്ടത്തെ കാലം പോലെയല്ല, ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള ജോബുകൾ തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ എല്ലാത്തിനുള്ള അവസ്ഥ ഇന്ന് ആ സാഹചര്യങ്ങളൊക്കെ ഏതൊരു മനുഷ്യനാണെങ്കിലും അനുകൂലമാണ്. പക്ഷെ വെട്ടികൾ അതൊന്നും ചെയ്യില്ല. ഈ ന്യൂ ജനറേഷൻ വെട്ടികൾ അതൊന്നും ചെയ്യില്ല. വെട്ടികളുടെ കാഴ്ചപ്പാട് തന്നെ വേറാണ്. ആ പണ്ടത്തെ കാലത്തുള്ള വേശി അല്ലെങ്കിൽ ഇതിൻ്റെ തള്ളൊരു വേശി, അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ തെറി വരണമെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ അപമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊക്കെ നിരുത്സാഹപ്പെടുത്താൻ ഈ വാക്ക്, വേശി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വെട്ടികളെന്ന് പറയാം, ന്യൂ ജെൻ വെട്ടികൾ, അതാവുമ്പോൾ അർത്ഥവത്താവും. അങ്ങനെ ആരെയും തെറി പറയണമെന്നൊന്നല്ലോ ഞാൻ പറഞ്ഞത്. ഏതെന്നാണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിതം കാഴ്ചവെച്ച് പോകുന്ന ഈ വെട്ടികൾക്ക് എല്ലാവിധ എന്താ പറയുക ഇതും ഉണ്ടായിരിക്കട്ടെ. കാരണം എന്താണെന്ന് പറയുക, ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരാൾക്ക് വെറുതെ ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം തന്നെ മടുത്തു പോകും. അങ്ങനത്തെ പാർട്സിൻ്റെ പിക്സും അതല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരവും, ഇത്ര പൈസ ആണ്, ഇത് കാണണം. ഈ പുരുഷന്മാരെല്ലാവരും ഈ സ്ത്രീകളുടെ ഏതെങ്കിലും അവയവോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് കാണുമ്പോഴത്തേനും കണ്ണ് മഞ്ഞ് തുള്ളിച്ചാടി ഊഞ്ഞാലടി കളിക്കുന്ന ഒരു തരത്തിൽപ്പെട്ട പാവാട പൊട്ടച്ചികളല്ലടോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ വെട്ടികൾ.